എൻ്റെ പേര് സുനിൽ എന്നാണ്. എവിടെയായിട്ടാണ് താമസിക്കുന്നത്? ഞാൻ നഗരൂരാണ്. നഗരൂര്. എൻ്റെ സുഹൃത്താണ് സാറ്. സാറിന് നടക്കാനൊരു ഹെൽപ്പില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പല മൊബൈലുകളും സെർച്ച് ചെയ്താണ് നമ്മളിവിടെ ഗുരുക്കളെടുത്തിട്ടത്. ഇപ്പോൾ സാറ് സ്വന്തമായിട്ടൊരു ചെറിയ സഹായത്തോടെ നടന്ന് എൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനിയുള്ള ട്രീറ്റ്മെൻറ്റോടെ കഴിയുമ്പോൾ പൂർണ്ണമായും സാറ് നടക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ ആലങ്കോട് താമസിക്കും. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്ക് ബൾജും അതുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും പോയായിരുന്നു. പല സ്ഥലത്തും പോയിട്ട് തന്നെ യാതൊരു വ്യത്യാസം ഉണ്ടായില്ല. അവസാനം ഒരു ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്ന് പറഞ്ഞ ആറ്റിങ്ങൽ ഒരു സെന്ററിൽ പോയിരുന്നു. ഞാൻ പേര് പറയുന്നില്ല. അവിടെ ചെന്ന് അരമണിക്കൂർ ട്രീറ്റ്മെന്റ് കൊണ്ട് ഞാൻ എണീക്കാൻ വയ്യാതായി. അത് കഴിഞ്ഞ് കിടപ്പിലായിരുന്നേ. അങ്ങനെയാണ് യാദൃശ്യമായിട്ട് ഈ വൈദ്യരുടെ വീഡിയോ കാണുന്നത്. എനിക്ക് വിശ്വാസമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പുള്ളിയെ ഞാൻ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ വരാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഞാൻ പ്രത്യേകിച്ച് വൈദ്യരോട് പറഞ്ഞു, വൈദ്യരെ എനിക്ക് ഈ കാര്യം തുറന്നു പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് തന്നെ. ഈ കാര്യം എനിക്ക് ആളോടൊന്ന് പറയണം. എൻ്റെ അനുഭവം അത്രമാത്രം എനിക്ക് വ്യത്യാസമുണ്ട്. അത് 3 ദിവസമായുള്ളൂ എന്ന് മനസ്സിലാക്കുക. എനിക്കിപ്പോൾ ഒരുവിധം ഒരു ചെറിയ സപ്പോർട്ട് കൂടി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സെർവിക്കലും ലംബാറിലും ഒക്കെ വൻ പ്രോബ്ലമാണ്. 2 ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ശ്രീചിത്രയിൽ ഓപ്പറേഷൻ വരെ ഫിക്സ് ചെയ്തായിരുന്നു. പക്ഷെ ഓപ്പറേഷന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പോകാം. കാരണം ഒരുപാട് സ്ഥലത്ത് എറണാകുളത്തും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന്, കാരണം ഈ ഒരുപാട് ഓൺലൈനിൽ പരസ്യങ്ങൾ കാണുന്നുണ്ട്, അത് പ്രമോഷൻ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വരുന്ന ജസ്റ്റ് വന്ന് നോക്കാം. വന്ന് നോക്കി വൈദ്യർ ഒരു ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞ ഞാൻ വൈദ്യരോട് പറഞ്ഞത്, വൈദ്യരെ എനിക്ക് ഈ ഒരു കാര്യം ഒന്ന് പറയണം എനിക്ക്. അപ്പോൾ വൈദ്യർക്ക് യഥാർത്ഥ താല്പര്യമില്ല. വൈദ്യർ പറഞ്ഞാൽ അത് കാര്യമില്ല, ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊക്കെ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആ ഒരു കഴിവാണ്. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ കാര്യം എനിക്ക് തുറന്നു പറയേണ്ട അനുഭവം. അതുകൊണ്ടാണ് ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ വന്ന് ഇത് പറയുന്നു. വളരെ നന്ദിയുണ്ട് വൈദ്യരോട്. ഇത് നമ്മളെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ബാക്കി പലതരം ദൈവമാണ്. ഈ ചേട്ടനെ നോക്കി, ചേട്ടൻ കരയുക. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാര്യം സാർ ഇങ്ങനെ അല്ലായിരുന്നു. ഒരാള് 2 പേരില്ലാതെ സാറ് നടക്കത്തില്ലായിരുന്നു. സാറിൻ്റെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം ആരുമില്ല. ഇപ്പോൾ ആ ഒരു അവസ്ഥയാണ് സാറിൻ്റേത്. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. സാറിന് എങ്ങനെയും നടന്നെത്തിക്കുക. വേറെ കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഞാൻ ആദ്യം ചോദിച്ചു, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പാക്കേജാണ് 1 ലക്ഷം രൂപ, 80 ലക്ഷം. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എൻ്റെ ഇത്രയും ഇതിൽ ഞാനൊരു വൈദ്യരെ കണ്ടിട്ടില്ല, പൈസ ഒതുക്കാത്ത വൈദ്യരെ. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചാണ് ഇങ്ങനെ ആളുകൾ ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാകാം. പുള്ളിക്ക് അതൊരു താല്പര്യം. ഞാനൊരു വിചിത്ര ജീവിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. മനസ്സിലായി. നമ്മൾ പൈസ ചോദിക്കാത്ത ഒരാൾ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് കിടക്കുന്ന ഈ ഒരു മേഖലയിലാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഇത് സ്ഥലം ആയൂർ കാരാളി ഓണം കൊല്ലം ജില്ല. ഞാൻ ഇവിടെ താമസിക്കുന്നത്. കൂടെ തന്നെ റൂം സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ കൊടുക്കുന്നില്ല. മറ്റു ലോഡ്ജുകൾ തങ്ങിയിട്ട് ആൾക്കാർ വരുന്ന പതിവ്. അപ്പം കൂടുതൽ അടുത്ത ഇതുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. അടുത്ത ഇത് കാണാം. ശരി, വളരെ സന്തോഷം.